हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव. ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം 22-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഭഗവത്ഗീതയുടെ തത്വം മുഴുവനായിട്ടും തന്നെ ഈ ശ്ലോകത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നോക്കാം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. മലയാളം. മറ്റെല്ലാ ചിന്തയും വിട്ടു മുറ്റുമെന്നെ നിനയ്ക്കുകിൽ മുട്ടാതവർക്കെഴും സൗഖ്യം കിട്ടുമാറാക്കിടുന്നു ഞാൻ. യേ ജനാഹ ആരാണോ, അനന്യാഹ മാം ചിന്തയന്തഃ മറ്റു ചിന്തകൾക്കൊന്നും ഇടകൊടുക്കാതെ, മനസ്സിൽ മറ്റു ചിന്തകളൊന്നും തന്നെ വരാതെ എന്നെ തന്നെ ഉപാസിക്കുന്നത്, പര്യുപാസതേ വേണ്ടും വണ്ണം ശ്രദ്ധാപൂർവം ഉപാസിക്കുന്നത്, നിത്യാഭിയുക്താനാം തേഷാം സദാ മനസ്സ് എന്നിലുറപ്പിച്ച് മാത്രം, എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച്, തേഷാം യോഗക്ഷേമം അവരുടെ അങ്ങനെ ഭജിക്കുന്നവരുടെ യോഗവും ക്ഷേമവും അഹം വഹാമി ഞാൻ വഹിക്കുന്നു. പേടിക്കേണ്ട ആവശ്യമില്ല, അവരെ ഏറ്റെടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ഭൗതികമായ ആത്മീയമായിട്ടുള്ള മണ്ഡലങ്ങളിൽ മഹത്തായ വിജയം നേടുന്നതിൻ്റെ രഹസ്യം ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മളെല്ലാം എന്തെങ്കിലും ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനെ ഭജിക്കാറ്. ഈശ്വരവചനം എന്ന് പറയണത് കാരണം നമ്മൾക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മ ധാരാളമുണ്ട്. ലൗകികരായിട്ട് ജീവിക്കുമ്പോൾ എല്ലാ ശ്ലോകങ്ങളിലും തന്നെ നമ്മൾ പറയുന്ന പോലെ അമ്പലത്തിൽ തേങ്ങ ഉടയ്ക്കാം, ഈ ഒരു കാര്യം സാധിച്ചു കിട്ടണേ. അത് പരീക്ഷ പാസ്സാവലാവാം, അസുഖം മാറലാവാം, മറ്റെന്തെങ്കിലും ജോലിയിൽ ഉയർച്ച നേടലാവാം, മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാവാം, നമ്മുടെ ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെയും എല്ലാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ആഗ്രഹങ്ങൾ പലതല്ലേ. അപ്പോൾ അതിൽ നിന്ന് എല്ലാറ്റിനും വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്ന ഒരു മീഡിയേറ്ററാണ് ആക്ച്വലി ഭഗവാൻ. അപ്പോൾ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നില്ലേ? ധാരാളം ചെയ്യുന്നുണ്ട്. അത് ചിലർ കിട്ടുന്ന സമ്പാദ്യത്തിൽ ഒരു പകുതി ഭാഗം മുഴുവനും അതല്ലെങ്കിൽ അതിലുപരി തന്നെ വലിയ പൂജകൾ ചെയ്താൽ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഉദയാസ്തമന പൂജ ചെയ്താൽ, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ അമ്പലം മുഴുവനായിട്ടും എന്തെങ്കിലും നല്ല പ്രവർത്തിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അമ്പലം മുഴുവനായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ നിർവഹിക്കുക, അതായത് നിർമ്മാണ പ്രക്രിയകളുണ്ടല്ലോ, അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുക, അതിനൊക്കെ കൊടുക്കുകയാണെങ്കിലും നല്ലതാണ്. ഇത് ഭഗവാന്റെ നടക്കിൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം, എൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അടുത്ത ജനറേഷനും പകർന്നു കൊടുക്കുന്നു അല്ലേ. നമ്മുടെ മക്കളോട് എന്താ പറയുന്നത്? ജനിക്കും മുതൽക്കോട്ടെ പ്രാർത്ഥിക്കാറായി 1-2 വയസ്സാകുമ്പോഴേക്കും നമ്മൾ പറയുന്നത് പോയിക്കോളൂ, അമ്പലത്തിൽ പോകൂ, നല്ലതാണ്, പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതെല്ലാം വളരെ നല്ലത് തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും ഈശ്വരഭജനം നടത്തുന്നു. അടുത്ത ജനറേഷന് പാരമ്പര്യമായിട്ട് നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഭഗവാനെ ഉപാസിക്കേണ്ടത്. അല്ലെങ്കിൽ രാവിലെ നീട്ടാൽ അതിൻ്റെ ചിട്ടവട്ടങ്ങളുണ്ടല്ലോ, അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. എണീക്കുക, ശരീരശുദ്ധിയാക്കുക, ഭഗവാന് പൂജകൾ അർപ്പിക്കുക, നിവേദ്യങ്ങൾ അർപ്പിക്കുക, പറ്റുമെങ്കിൽ അമ്പലത്തിൽ പോയി തൊഴുക, പ്രഭാഷണങ്ങളൊക്കെ, ഇങ്ങനെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചിട്ടയുണ്ടാവും. അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അവരും അതിനനുസരിച്ച് തന്നെ വളരുന്നു. ഇതെല്ലാം നമ്മൾ എന്തിനാണ്? ഓരോരോ ഫലപ്രാപ്തിക്കും, താൽക്കാലികമായ ഫലപ്രാപ്തിക്കുമാവാം, അല്ലെങ്കിൽ എനിക്ക് ഭഗവാനെ എൻ്റെ കഷ്ടങ്ങളിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ച് എനിക്ക് സ്വർഗം ലഭിക്കണേ, മരിച്ചു കഴിഞ്ഞാൽ നരകവും സ്വർഗമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വർഗപ്രാപ്തി തന്നെ ലഭിക്കണേ എന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടും കൂടെ അതും കൂടെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഇനി നിരീശ്വരവാദികളാവട്ടെ, അവർക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ, നമുക്ക് ഈശ്വരനെ ഭജിക്കുന്നവർക്കും അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്കാണെങ്കിൽ അവർക്ക് എന്തായാലും നരകമാണെന്നാണ് പറയുന്നത്.
ഇനി അല്ലെങ്കിൽ ഭഗവാനെ വളരെയധികം നിന്ദിക്കുന്നവർക്ക് കേട്ടോ, ന്യൂട്രലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒന്നും നിന്ദിക്കുന്നില്ലല്ലോ, പ്രത്യേകിച്ച് ചെയ്യുന്നുമില്ല, നിന്ദിക്കുന്നുമില്ല, അത് കുഴപ്പമില്ല എന്നല്ല, അതിൻ്റെ ഫലം വേറെയാണ്. ഈശ്വരഭജനം ചെയ്യുന്നതിൻ്റെ ഫലം വേറെയാണ്, ഇനി നിന്ദിക്കുന്നവരുടെ ഫലം വേറെയാണ്. എല്ലാം കർമ്മഫലങ്ങളാണല്ലോ, നമ്മളുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മൾക്ക് കിട്ടുക. പക്ഷെ അവിടെ ചെന്നാൽ സ്വർഗപ്രാപ്തി ഉണ്ടാവുന്നു നമ്മൾ കേൾക്കുന്നു, ആ സ്വർഗപ്രാപ്തിയെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. എവിടെയാണ് സ്വർഗം, എന്താണ് സ്വർഗം, എന്താണ് സ്വർഗലോകം എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ പറഞ്ഞു, വൈദിക കർമ്മങ്ങൾ ചെയ്തവർ പുണ്യം നേടുന്നു, സ്വർഗലോകം അനുഭവിക്കുന്നു, അവിടുത്തെ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും മർത്യലോകത്തേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ വേദധർമ്മത്തെ ശരണം പ്രാപിച്ചവർ ഈ പോക്കും വരവുമായിട്ട് കഴിഞ്ഞുകൂടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അറിയാത്ത കാര്യമാണ് ഈ സ്വർഗ്ഗലോകം എന്താണെന്നോ, എല്ലാം അനിശ്ചിതത്വമാണ് അവിടെ, ഉറപ്പില്ല. നമുക്ക് കിട്ടുമായിരിക്കുന്നത് നമ്മൾ വിശ്വസിക്കുകയാണ്, ആ വിശ്വാസത്തിലാണല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം എന്തിനാണ് അതിന് നിൽക്കുന്നത്? നമ്മൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഫലപ്രാപ്തിക്ക് മാത്രം വേണ്ടിയിട്ടല്ല, എപ്പോഴും എല്ലാ സമയത്തും ഭഗവാനെ മാത്രം ചിന്തിക്കുക, ഭഗവാന്റെ നാമങ്ങൾ മാത്രം ചൊല്ലുക, ഭഗവാനെ പറ്റി മാത്രം എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് ജീവിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തേ പറ്റുള്ളൂ അല്ലേ. ഗൃഹസ്ഥാശ്രമം നിർബന്ധമായിട്ടും നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനനുസരിച്ച് ജീവിക്കണം. അപ്പോൾ നമ്മൾക്ക് കർമ്മങ്ങൾ പലതരം കർമ്മങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. ആ ചെയ്യുന്ന സമയത്തെല്ലാം അത് ഭഗവാനിൽ അർപ്പിച്ച് എന്നെപ്പറ്റി മാത്രം ചിന്തിച്ച് അനന്യാഹ മാം ചിന്തയന്തഃ, മറ്റു ചിന്തകൾക്കൊന്നും ഇട കൊടുക്കാതെ, ഒരു കാര്യത്തിനെ പറ്റിയും ചിന്തിക്കാതെ എന്നെപ്പറ്റി മാത്രം ചിന്തിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അപ്പോൾ ഒരു കാര്യത്തിനും ഒരു തടസ്സവുമില്ലാതെ അവരുടെ യോഗവും ക്ഷേമവും ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം, അല്ലെങ്കിൽ അവർക്ക് ഇത് രണ്ടും ഞാൻ തന്നെ നൽകുന്നതായിരിക്കും എന്ന് ഭഗവാൻ അഹം വഹാമി എന്നാണ്. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് ഒരു സംശയവുമില്ല. മറ്റേ സംശയമല്ലേ, എവിടെയാണ് സ്വർഗം, എങ്ങനെയാണ് സ്വർഗ്ഗലോകത്ത്, എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇത് അറിയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഭഗവാൻ തന്നെ അത് ഉറപ്പ് തരികയാണ്, യോഗവും ക്ഷേമവും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. അപ്പം എന്നെ അല്ലാതെ ആരെ ആശ്രയിച്ചാലും സാധാരണഗതിയിൽ അവസാനം നമുക്ക് ദുഃഖം തന്നെയാണ്. അതായത് ഭഗവത് ചിന്ത ഇല്ലെങ്കിൽ നമുക്ക് സുഖം എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പോകുന്നില്ല, ദുഃഖം തന്നെയായിരിക്കും അതിൻ്റെ ഫലം. അപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ, എന്ത് തന്നെ ആയിക്കോട്ടെ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം, സാധാരണ സ്ത്രീകളൊക്കെ ആണെങ്കിൽ സാധാരണ അടുക്കള ജോലികളും എല്ലാം പാചകം ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പാചകം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമായിരിക്കും ഉത്തരം. അല്ല, നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും അത് ഭഗവാൻ ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കാനായിട്ട് നമുക്ക് പറ്റും. സങ്കല്പിക്കുകയേ വേണ്ടൂ, ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വീട്ടുകാരാണ് കഴിക്കുന്നതെങ്കിലും നമ്മൾ കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിക്കുന്നു, വിശപ്പടക്കുന്നു. അപ്പോൾ വിശപ്പടക്കുന്നത് ആരുടെയാണ്? എൻ്റെ വയറ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ബന്ധുക്കളുടെ, നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ വയറിൻ്റെ വിശപ്പല്ല അടങ്ങുന്നത്, ഭഗവാന്റെ വിശപ്പാണ് ഞാൻ അടക്കുന്നത്. അങ്ങനെ എല്ലാം നിത്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാനെ പറ്റി മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ യോഗം, ക്ഷേമം ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം. അപ്പോൾ നമ്മളൊരാളെ കാണുകയാണെങ്കിൽ പോലും അവരുടെ എന്തെങ്കിലും ഒരു കാര്യം ഒരാളിൽ നിന്ന് കേൾക്കുകയാണെങ്കിലും ഇതെല്ലാം കാണുന്നതെല്ലാം നാരായണൻ എന്നുള്ള മാതിരി, കേൾക്കുന്നതെല്ലാം നാരായണൻ ഇങ്ങനെ പറയുന്നത് പോലെ തന്നെ എല്ലാം ഭഗവാന്റെ. ഒരാളെ കാണുമ്പോൾ അയാൾ പോലും ഒരു ഈശ്വര ദർശനം, ഭഗവാന്റെ ആരോ പ്രതിനിധിയാണ് എന്നുള്ള പോലെ നമ്മൾ കാണണം. കേൾക്കുന്നത് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഇതും ഭഗവാനാണ്, എല്ലാം ഞാൻ ചെയ്യുന്നതെല്ലാം, ഞാൻ ജീവിക്കുന്നത് മുഴുവനായിട്ടും ഭഗവാന് വേണ്ടി തന്നെയാണ് എന്ന് വിചാരിച്ച് നമുക്ക് ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഇപ്പോൾ ഭഗവാന്റെ ഇപ്പോൾ ഈ യോഗക്ഷേമം ഞാൻ തന്നെ നിലനിർത്തുമെന്ന് പറയുന്നത് അനുഭവങ്ങൾ കേട്ടോ ഇങ്ങനെ. പക്ഷേ നമ്മളതൊന്നും ഉൾക്കൊള്ളില്ല, നമ്മളതൊന്നും തിരിച്ചറിയില്ല. ഭഗവാൻ നേരിട്ട് വന്നല്ല, നമ്മളെല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി ആകുലപ്പെട്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ എവിടുന്നെങ്കിലും അതിനൊരു സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവിടെ വരും. അതുതന്നെയാണ് ഭഗവാൻ.
വളരെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. ഈശ്വര, ഞാൻ എങ്ങനെ ഇത് മറികടക്കുമെന്ന്. അങ്ങനെ നമ്മളുടെ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോംവഴി അവിടെ ഭഗവാൻ കാണിച്ചു തരാതിരിക്കില്ല. എല്ലാം ഞാൻ ഈ പറയുന്നത് പോലും എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്. പലതും നമ്മൾക്കുണ്ടാവുന്ന എല്ലാ ദുഃഖങ്ങളും തന്നെ ഭഗവാൻ പക്ഷേ നമ്മുടെ കർമ്മഫലങ്ങളുണ്ട് കേട്ടോ, കുറച്ച് യോഗമുണ്ട്. അപ്പോൾ നമ്മുടെ കർമ്മഫലങ്ങൾ മുഴുവനായിട്ടും അങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് എളുപ്പമല്ലേ. ഇനിയിപ്പോൾ എന്താ, ഭഗവാനെ മാത്രം ആശ്രയിച്ചാൽ നമ്മുടെ പണ്ടത്തെ കർമ്മഫലങ്ങൾ ഉണ്ടാവണമല്ലോ, അത് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കും. എങ്കിലും അത് കഴിഞ്ഞതല്ലേ വരുള്ളൂ. ഇനി ഈ ജന്മത്തിൽ മുഴുവനായിട്ടും നമ്മൾ നന്മ മാത്രം ചെയ്യുകയാണെങ്കിൽ ഇനിയൊരു പുനർജന്മമില്ലാതെ നമുക്ക് ജീവിക്കാമല്ലോ. അതാണ് പറയുന്നത്. അപ്പോൾ നിശ്ചയദാർഢ്യം, എന്ത് പ്രവൃത്തി ചെയ്യുക, അതിപ്പോൾ ഏത് പ്രവൃത്തി ആയിക്കോട്ടെ, നമുക്കൊരു ലക്ഷ്യം വേണം, ഒരു ദൃഢമായിട്ടുള്ള ഒരു സങ്കല്പം വേണം. എന്നാലേ വിജയം നിശ്ചിതമാവുള്ളൂ. കുട്ടികളോടൊക്കെ നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പം നമുക്ക് എല്ലാ മനുഷ്യന്മാരുടെ ചിന്തകളും നമുക്ക് ഒരേ ദിശയിലേക്ക്, ഡയറക്ഷനിലേക്ക് തിരിച്ചു വിടാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനം വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് നിശ്ചയദാർഢ്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ പുരോഗതിയും കുറയും. അപ്പോൾ കർമ്മങ്ങൾ എപ്പോഴും നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെ വെറുതെ സ്മരിച്ചുകൊണ്ടായില്ല, നമ്മുടെ കർമ്മങ്ങൾ പോലും അതിലനുഷ്ഠിതമായിരിക്കണം. അപ്പോൾ ജീവിത വിജയം എന്ന് പറയുന്നത് തന്നെ അതാണ്. ഒന്ന്, ദൃഢമായ ഇച്ഛാശക്തി വേണം, ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് ഏകാഗ്രമായിട്ടുള്ള മനസ്സോടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം വേണം. മാത്രമല്ല നിത്യാഭിയുക്താനാം എന്നാണ്, എന്നെ തന്നെ മനസ്സിലുറപ്പിച്ചാണ്, ആത്മനിയന്ത്രണത്തോടുകൂടി എന്നിൽ മാത്രം മനസ്സുറപ്പിച്ച് ജീവിക്കുന്നവർ. ഇതൊക്കെയാണ് നമുക്ക് തരുന്ന ഉപദേശം. ഇങ്ങനെയുള്ളവർക്കെല്ലാം വിജയം സുനിശ്ചിതമാണ്. ഇവിടെ യോഗവും ക്ഷേമവുമാണ് പറയണത്. ഒരു കാര്യം നേടിയിട്ടില്ലെങ്കിൽ അത് നേടുന്നതാണ് യോഗം, ആ നേടിയതിനെ രക്ഷിക്കുന്നതാണ് ക്ഷേമം. അപ്പം ജീവിതാനുഭവങ്ങൾ എപ്പോഴും സംഘർഷങ്ങൾ നിറഞ്ഞതാവാം, മത്സരങ്ങളാവാം, കലഹങ്ങളാവാം, ദുഃഖങ്ങളാവാം, ഏത് രൂപത്തിലെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നേടിയിട്ടില്ലാത്തത് നേടാനും സാധിക്കും. ഇവിടെ ഭഗവാനാണ് നമ്മളെ രക്ഷിക്കുന്നത്. നേടിയത് രക്ഷിക്കാനും നമുക്ക് സാധിക്കും. പക്ഷെ എന്താണ്, നമ്മൾ ഭഗവാനിൽ തന്നെ ഉറച്ച് വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കണം. പക്ഷെ ലൗകികരായ നമ്മൾക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ നേടിയത് നേടൽ, രക്ഷിക്കൽ എന്നുള്ളതൊക്കെ നമ്മളൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ളത് നേടുക എന്നുള്ളതല്ല അർത്ഥത്തിലെടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു ഫലം, ഞാനൊരു കാര്യം ചെയ്തു, അതിൻ്റെ ഫലമാണ് നമ്മൾ നേടിയിട്ടില്ലാത്തത് നേടൽ എന്ന് ചിന്തിക്കുന്നു. അതുമാത്രമല്ല, കുറേ സ്വത്ത് സമ്പാദിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടി, അതിനെ രക്ഷിക്കലാണ് എൻ്റെ ധർമ്മം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ ആവും കേട്ടോ. നേരത്തെ പറഞ്ഞതെല്ലാം വിഡ്ഢിത്തരാവും. അപ്പോൾ അത് രണ്ടും മനസ്സിൽ നിന്ന് കളയാണ് വേണ്ടത്. ഇതെല്ലാം എൻ്റെ ഒരു സ്വാർത്ഥപരമായിട്ടുള്ള ഒരു നേടലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഭഗവാന്റെ കാര്യമാണ്. നമ്മൾക്ക് ഭഗവാൻ തരുന്ന ഉറപ്പാണ് യോഗവും ക്ഷേമവും. അപ്പോൾ നിരന്തരമായിട്ടുള്ള പ്രയത്നം, ആത്മനിയന്ത്രണം, ഇച്ഛാശക്തി, ഇതെല്ലാം കിട്ടിയ ആൾക്കാർ, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ കൈവരിച്ചിട്ട് ആത്മനിയന്ത്രണത്തോടുകൂടി ശരീര മനോബുദ്ധി തലങ്ങളിലെല്ലാം ആത്മനിയന്ത്രണം കൈവരിച്ച് ഒരു ഭഗവാനെ ഉറച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ സഹായം തേടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് ഏതെങ്കിലും രൂപത്തിൽ നല്ല അനുഭവങ്ങൾ തന്നെ വന്ന് ചേരും. ഇനി അടുത്ത ശ്ലോകത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ മറ്റ് ദേവതകളെ ഉപാസിക്കുന്ന പ്രാകൃതന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമുക്ക് കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, ഭഗവാന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടുകൂടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും. മാത്രമല്ല, ആ നൽകിയതെല്ലാം നിലനിർത്തുന്നതും എൻ്റെ ജോലി തന്നെയാണ്, എൻ്റെ കടമയാണ്, ഞാൻ ചെയ്തു കൊള്ളും എന്നുള്ള ഒരു ഉറപ്പാണ് ഭഗവാൻ ഇവിടെ കൊടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ കൃഷ്ണാവബോധം ലഭിച്ച ഒരാൾക്ക് പിന്നീട് ഈ ക്ലേശപൂർണമായിട്ടുള്ള ഒരു സംസാര ജീവിതം ഉണ്ടാവില്ല. അതിലേക്ക് വീണ്ടും നമ്മൾ വീഴാതെ നമ്മളെ കൈപിടിച്ച് രക്ഷിക്കുന്നതാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കുക. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇത്. അടുത്ത ശ്ലോകം 23-ാമത്തെ ശ്ലോകമാണ്. അത് നമ്മൾ അടുത്ത ദിവസം വായിക്കും. ഓക്കെ. അസ്മിൻ പരാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു.